വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനേക്കാൾ ഭീകരമാണ് ക്രിസ്ത്യൻ ലോ ബോർഡിലെ ചട്ടങ്ങളെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാനും പാലായിലെ LDF സ്ഥാനാർത്ഥിയുമായ ജോസ് കെ മാണി 24-നോട്. കാനോൺ നിയമത്തിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ജോസ് കെ മാണി കുറ്റപ്പെടുത്തി. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളിലേക്ക് കടന്നു കയറാനാണ് ശ്രമമെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. 24-ന്റെ ബാറ്റിൽ ഗ്രൗണ്ടിലായിരുന്നു ആ പ്രതികരണം. ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്, താങ്കൾ ഓട്ടത്തിലാണെന്നറിയാം. പാലയിലെ സ്ഥാനാർത്ഥിയാണ് LDFന്റെ. എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏപ്രിൽ 9 ഒരു പ്രത്യേകതയുണ്ട്. ഏപ്രിൽ 9-ാം തീയതിയാണ് 7 വർഷക്കാലം മുമ്പ് അച്ചാച്ചൻ അത് വേർപിരിഞ്ഞു പോയത്. വളരെ വൈകാരികമായിട്ടായിരിക്കും ഒരു പക്ഷേ ആ ദിവസത്തെ കാണുന്നത്. മാണി സാറിന് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഓർക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തീർച്ചയായും ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് 50 വർഷം മാണി സാർ അച്ചാച്ചൻ കൊണ്ടുവന്ന ഒരു വികസനവും ഒരു മാതൃകയും ഒരു മതേതരത്വവും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്നതും ചേർത്ത് പിടിക്കുന്ന ഒരു പാല. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു 7 വർഷത്തെ ഒരു നഷ്ടം അത് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു വികാരമായി ഞാൻ ഇവിടെ ജനങ്ങളുടെ ഇടയ്ക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ സബ്ജക്റ്റാണ് FCRA, വിദേശ സംഭാവന നിയന്ത്രണ ബില്ല്. അത് വലിയ ചർച്ചയായിരിക്കുകയാണ്. താങ്കൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചു കണ്ടു. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്? അതെല്ലാവരും ചർച്ച ചെയ്ത വിഷയം, അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ അടുത്തത് വരാൻ പോകുന്നത് ക്രിസ്ത്യൻ ലോ ബോർഡാണ്. പക്ഷേ ക്രിസ്ത്യൻ അതൊരു വെൽഫെയർ ബോർഡാണ്, അല്ലെങ്കിൽ വെൽഫെയർ ലോ എന്ന് പറഞ്ഞ അത് ഇപ്പോൾ പടിപ്പുരയിലാണ്. അതിൻ്റെ ചട്ടങ്ങളായി കഴിഞ്ഞു. അത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് വൈദികർക്ക് പോലും ഹോണറേറിയം കൊടുത്തുകൊണ്ട് സഭയുടേതായ കാനൺ ലോ ഉണ്ട്. അതിനപ്പുറത്തേക്ക് മറികടക്കാനായിട്ട് ഇത് പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള. അതൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല. താങ്കൾ ഉദ്ദേശിക്കുന്നത് വൈദികരെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള ബില്ലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരല്ലെങ്കിലും ചിലപ്പോൾ ചില മേഖലകളിൽ വിവാഹമാകട്ടെ, അല്ലെങ്കിൽ അവിടെ ഒരു മാമോദീസ നടത്തുന്നതാകട്ടെ, ചിലപ്പോൾ സഭയുടെ ആ വികാരിക്കാണല്ലോ അതിൻ്റെ റൈറ്റ് അല്ലേ, അത് മറികടക്കുക. പക്ഷേ നമുക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് എല്ലാവരും യോജിപ്പിച്ച് നിർത്തി നമ്മുടെ പാരമ്പര്യ സംസ്കാരം അനുസരിച്ച് പോവുക എന്നുള്ളതാണ്. പക്ഷെ അതിലേക്കാണ് ഇവർ ഇൻട്രൂഡ് ചെയ്ത് അവരെ വരിയിൽ നിർത്തുക എന്നുള്ളതാണ് ഇന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകളും മുസ്ലിം വോട്ടുകളും പൊതുവെ UDFന് അനുകൂലമായിട്ടൊരു കൺസോൾട്ടേഷൻ ഉണ്ട്. അത് ലോക്കൽ ബോഡി ഇലക്ഷനിലും ലോക്സഭ ഇലക്ഷനിലും ഉണ്ടായതുകൊണ്ടാണ് വിജയം ഉണ്ടായത്. ഇത്തവണയും ഉണ്ടാവുമെന്ന് അവർ അവകാശപ്പെടുന്നു. അത് ശരിയാണോ? നമ്മൾ കാണുന്നത് ഓരോ തെരഞ്ഞെടുപ്പിനും അതിൻ്റേതായ പ്രാധാന്യം എടുത്തുകൊണ്ട് ജനങ്ങൾ തീരുമാനമെടുക്കുക. അതനുസരിച്ച് അപ്പോൾ ഇവിടെ തീരുമാനം എന്ന് പറയുന്നത് ഇടതുപക്ഷം ഭരിക്കണം, എന്നാലേ സംസ്ഥാനത്തിന് കൂടുതൽ നമുക്ക് വികസന പദ്ധതി കൊണ്ടുവരാം. അപ്പോൾ തീർച്ചയായും എല്ലാവിധ ആശംസകളും. ഓക്കെ താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.